അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന അധ്യായങ്ങളിലൊന്നായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വധശ്രമ കേസിൽ നിർണായകമായ ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുകയാണ്. ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ച് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും വെടിയുതിർക്കുകയും ചെയ്ത റയാൻ റൂത്തിന് കോടതി പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷാവിധിയിലൂടെ അമേരിക്കൻ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനും അക്രമത്തിലൂടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനും ശ്രമിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് രാജ്യം നൽകുന്നത്. ഫെഡറൽ പ്രോസിക്യൂട്ടർമാരുടെ ശക്തമായ വാദങ്ങളെ ശരിവെച്ചുകൊണ്ട് US ഡിസ്ട്രിക്ട് ജഡ്ജി ഐലൻ കാനർ ആണ് ഈ വിധി പ്രഖ്യാപിച്ചത്. ജീവപര്യന്തം ശിക്ഷയ്ക്ക് പുറമെ നിയമവിരുദ്ധമായി തോക്ക് കൈവശം വെച്ച കേസിൽ 7 വർഷത്തെ അധിക തടവും പ്രതി അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. 2024 നടന്ന ഈ അക്രമ സംഭവം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ അടിത്തറയായ ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും നേരിട്ട് ആക്രമിക്കാനാണ് റയാൻ റൂത്ത് ശ്രമിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു. ഫ്ലോറിഡയിലെ ട്രംപിന്റെ ഗോൾഫ് കോഴ്സിന് സമീപം പതുങ്ങിയിരുന്ന പ്രതി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരം ആക്രമണം നടത്തുകയായിരുന്നു. വെടിവെപ്പിനിടെ ഡൊണാൾഡ് ട്രംപിന് പരിക്കേറ്റത് രാജ്യത്തെ വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തിയത്. ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ വധിക്കാൻ വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ജനാധിപത്യത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുമെന്ന് വിധി പ്രഖ്യാപന വേളയിൽ കോടതി വ്യക്തമാക്കി. അസിസ്റ്റന്റ് US അറ്റോർണി ഈ വിധിയെ ചരിത്രപരമെന്നും നീതിപൂർവമെന്നുമാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും വോട്ടവകാശത്തിലൂടെയും സംവാദങ്ങളിലൂടെയും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സ്ഥാനത്ത് തോക്കിന്റെ ഉപയോഗം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെപ്റ്റംബറിൽ കേസിന് വിചാരണഘട്ടത്തിൽ തന്നെ റയാൻ റൂത്ത് കുറ്റക്കാരനാണെന്ന് ജൂറി അംഗങ്ങൾ ഏകകണ്ഠമായി കണ്ടെത്തിയിരുന്നു. വിചാരണ വേളയിൽ കോടതിക്കുള്ളിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. താൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ പ്രതി വൈകാരികമായി പ്രതികരിക്കുകയും കോടതി മുറിയിൽ വെച്ച് തന്നെ സ്വയം കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അഭിഭാഷകരെയും ഒരുപോലെ പരിഭ്രാന്തിലാക്കിയിരുന്നു. എന്നാൽ അതിവേഗത്തിലുള്ള ഇടപെടലിലൂടെ പ്രതിയെ തടയാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. പ്രതിയുടെ ഈ മാനസികാവസ്ഥയും അക്രമാസക്തമായ സ്വഭാവവും അയാളെ സമൂഹത്തിൽ തുറന്നുവിടുന്നത് അപകടകരമാണെന്ന പ്രോസിക്യൂഷൻ വാദത്തിന് ശക്തി പകർന്നു. കൃത്യമായ ആസൂത്രണത്തോടെ കൂടിയാണ് റൂത്ത് ഫ്ലോറിഡയിൽ എത്തിയതെന്നും ട്രംപിന്റെ നീക്കങ്ങൾ ഇയാൾ മാസങ്ങളായി നിരീക്ഷിച്ചിരുന്നുവെന്നും അന്വേഷണ ഏജൻസികൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. പ്രതിയുടെ പശ്ചാത്തലവും ഇയാൾക്ക് ഇത്തരം കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരണയായ രാഷ്ട്രീയ വിദ്വേഷവും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചിരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യത്തിന്റെ നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക വഴി ഒരു ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് റൂത്ത് ലക്ഷ്യമിട്ടതെന്ന് പ്രോസിക്യൂഷന്മാർ വാദിച്ചു. US ഡിസ്ട്രിക്ട് ജഡ്ജി ഐലൻ കാനർ തന്റെ വിധിന്യായത്തിൽ പ്രതിയുടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പ്രത്യേകം പരാമർശിച്ചു. കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള ആക്രമണമല്ല ഇത്, മറിച്ച് അമേരിക്കയുടെ ജനതയുടെ തെരഞ്ഞെടുപ്പിനായുള്ള അവകാശത്തിന് നേരെ നടന്ന കടന്നാക്രമണമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം പ്രവർത്തികൾക്ക് മാപ്പില്ലെന്നും അതുകൊണ്ടാണ് പരോളില്ലാത്ത ജീവപര്യന്തം എന്ന കടുത്ത ശിക്ഷ തന്നെ നൽകുന്നതെന്നും ജഡ്ജി വ്യക്തമാക്കി. ഈ വിധി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. സ്ഥാനാർത്ഥികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും രാഷ്ട്രീയമായ വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് വഴിമാറുന്നത് തടയുന്നതിനും ഈ വിധി പ്രേരകമാകും. ട്രംപിന് നേരെയുണ്ടായ വധശ്രമം, സീക്രട്ട് സർവീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ കുറിച്ചും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രതിക്ക് ലഭിച്ച കടുത്ത ശിക്ഷാവിധി സുരക്ഷാ ഏജൻസികൾക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും ലഭിച്ച വലിയൊരു അംഗീകാരമായി കാണാം. കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടതോടെ അമേരിക്കൻ ജയിലിലെ ഏറ്റവും കൊടുത്ത സുരക്ഷാ സംവിധാനത്തിലുള്ള സെല്ലിലാകും റയാൻ റൂത്തിനെ പാർപ്പിക്കുക. മരണം വരെ ഇയാൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നത് അമേരിക്കൻ നിയമം എത്രമാത്രം കർക്കശമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി ഒരു ആശ്വാസമാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നേരിട്ട വലിയൊരു ഭീഷണിയുടെ നിയമപരമായ പരിസമാപ്തിയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടുമെന്ന ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ അണികളുടെയും പ്രഖ്യാപനങ്ങൾക്ക് ഈ ശിക്ഷാവിധി കരുത്തു പകരും. വിധി വന്നതിന് പിന്നാലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ചയെ പലരും വിമർശിച്ചിരുന്നു. എന്നാൽ നീതിന്യായ വ്യവസ്ഥയുടെ കൃത്യമായ ഇടപെടലിലൂടെ പ്രതിയെ അർഹിക്കുന്ന ശിക്ഷയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് രാജ്യത്തിന്റെ അന്തസ്സ് ഉയർത്താൻ സഹായിച്ചു. ഭീകരവാദപരമായ നീക്കങ്ങളും രാഷ്ട്രീയ കൊലപാതക ശ്രമങ്ങളും ഒരു നാഗരിക സമൂഹത്തിന് ഭൂഷണമല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് ലഭിക്കുന്നത്. വരും തലമുറയ്ക്കുള്ള ഒരു പാഠമായിരിക്കും ഈ വിധിയെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. നിയമവാഴ്ചയ്ക്ക് മുകളിലല്ല ഒരു വ്യക്തിയും എന്ന് ഉറപ്പാക്കുന്നതാണ് ഈ കോടതിയുടെ ഉത്തരവ്. അമേരിക്കൻ നീതിന്യായ ചരിത്രത്തിൽ ഏറ്റവും ഗൗരവകരമായി കൈകാര്യം ചെയ്യപ്പെട്ട കേസുകളിലൊന്നായി ഇത് എന്നും അറിയപ്പെടുക തന്നെ ചെയ്യും.